അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കൂടാതെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. അബോണി, ഞങ്ങൾ എണീറ്റതേ ഉള്ളൂ. അതെ, ഞങ്ങളുടെ ബബ്ബുമണി അതായത് വിഹാന്റെ ഫസ്റ്റ് ഓണമാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. താഴെ നമ്മൾ ഊണ് റെഡിയാക്കുന്നുണ്ട്, പിന്നെ ചെറിയ ഒരു പൂക്കളം, കൂടാതെ ഞങ്ങളാൽ പറ്റുന്ന 2-3 ചെറിയ ഗെയിംസും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സക്സസ് ആകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം അങ്ങനെ നമ്മുടെ വൃന്ദമ്മ ആണ് ഇന്നത്തെ മെയിൻ ഷെഫ്. അപ്പം അമ്മ, എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ? രാവിലെ കുളിച്ചു വരുമ്പോഴത്തേക്ക് ഇഡ്ഡലി, ചമ്മന്തി, പിന്നെ നമ്മുടെ മുളക് കറി. അടിപൊളി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള എന്തൊക്കെയാണ്? ഉച്ചത്തേക്കുള്ളത് ആ ബീറ്റ്റൂട്ട് പച്ചടി, ആ അവിയല്, ആ സാമ്പാർ, ആ പരിപ്പ്, ഓ എനിക്ക് വയ്യ. ആ ക്യാബേജ് തോരൻ, ക്യാബേജ് തോരൻ, പപ്പടം, ആ ശർക്കര വരട്ടി, ആ വരട്ടെ, പിന്നെ കാ വറുത്തത്, ഉണ്ണിമധുരം. അതാണ് അമ്മ ഇന്ന് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ണിമധുരം. നമ്മൾ ആ ഉണ്ണിമധുരം കേട്ടിട്ടുള്ള മോഹൻലാലിന്റെ ഒരു പടത്തില അല്ലേ അമ്മ? അത് തന്നെ. അപ്പം അമ്മ ആ ഒരു, പക്ഷെ അതന്നെ അല്ല, നമ്മൾ എന്തായാലും അമ്മയുടേതായിട്ടുള്ള അറിയാവുന്ന രീതിയിൽ അമ്മ ഒരു വിഭവം ചെയ്തു. അതിന് അമ്മ ഇട്ട ഒരു പുതിയ പേരുമാണ് ഉണ്ണിമധുരം. കൂടാതെ അല്ലേ, അതെ അതെ, മോഹൻലാലിനെ ഓർമ്മിച്ചിട്ട ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ണിമധുരം. അങ്ങനെ നമ്മൾ ഓണാഘോഷം നമ്മൾ ഇന്ന് തകർക്കാൻ പോവുകയാണ്. ശരിയാണ്. അങ്ങനെ ഞങ്ങൾ പൂക്കളത്തിന് വേണ്ടി പൂക്കളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൂട്ടിനായി വിസ്കിയും ഗൗരിയും പിന്നെ ഞങ്ങളുടെ സ്വന്തം മൂക്കുത്തി പൂച്ചയുണ്ട്. അത്തപ്പൂക്കളം ഇടാൻ ഞങ്ങൾക്ക് ഏകദേശം 3/4 മണിക്കൂറോളം ടൈം എടുത്തു. പൂക്കളത്തിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിഹാന്റെ ഫസ്റ്റ് ഓണത്തിന് എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. വിഹാന്റെ പേര് എഴുതിയില്ല നമ്മൾ. വിഹാന്റെ പേര് വെച്ചുള്ള ഒരു പൂക്കളം പ്ലസ് വിഹാന്റെ പേരും കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഗൗരി കൂടെ ഉണ്ടായിരുന്നു. ഗൗരി കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് സംഭവമൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇനി വേണം പോയിട്ട് കുളിച്ച് ആഹാരം കഴിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത പരിപാടികളിലോട്ട് കടക്കാം. ഇഷ്ടപ്പെട്ട ഷർട്ട് കോളറൊക്കെ ഇങ്ങനെ വെക്കണം. സൂപ്പർ എടുത്തി ബബുവിന്റെ മുണ്ട് ഇതിപ്പോ ഞങ്ങൾ ഉടുക്കുന്നില്ല, കാരണം അത് കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രം മുണ്ട് ഉടുപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കും. നമ്മള് രാസ്നാദി പൊടിയാണ് തേച്ച് കൊടുക്കുന്നത്. ഇത് ഫാം ഹെർബ്സിന്റെ ഒരു ആയുർവേദിക് കാജലാണ് ബബുവിന് നമ്മള് പീരിയൻ കഴിക്കാനും പൊട്ട് കുത്താനും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അതെല്ലാം റെഡി ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം. ഇവിടെ ഓണത്തപ്പനുണ്ട്. പിന്നെ ഇത് മോന്റെ പേര് വിഹാൻ, എന്റെ മോന്റെ പേര്. പിന്നെ അത്തപ്പൂ, പിന്നെ ഇത് ഗായ മിച്ചം വന്ന പൂക്കളിൽ നിന്നും ഗായയുടെ ഐഡിയയിൽ ചെയ്ത ഡെക്കറേഷൻ. കൂടെ കുറച്ച് ഡെക്കറേഷൻ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഒരു മാറ്റ് പോലെയൊക്കെ ചെയ്ത്. ഇതാണ് ഞങ്ങളുടെ പൂക്കളം. ഗൗരി പൂക്കളം സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതെ, പൂക്കളം സെറ്റ് ചെയ്യാൻ രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഗായക്ക് വരാൻ പറ്റില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ഗായക്ക് വരാൻ പറ്റില്ല. അവന് ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണതിന് ഇടയ്ക്ക് പാല് കുടിക്കണം. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞിന്റെ മുണ്ട്. ഇതിൽ സ്റ്റിക്കർ ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാ, ഇട്ട് നോക്കിട്ട് അവന് ഇറിറ്റേഷൻ ആവോന്ന് അറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കല്ല. ഇത് ഞങ്ങള് കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതിന് ശേഷം, സദ്യ കഴിച്ചതിന് ശേഷമാണ് ഗെയിംസ് തുടങ്ങാൻ പോകുന്നത്. കാരണം ഇപ്പൊ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മള് ഗെയിംസ് ഒക്കെ കളിക്കും അല്ലേ കായ? നമുക്ക് ഊണ് കഴിച്ചിട്ട് വരാം. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഊണ് കഴിച്ചിട്ട് വരാം. അങ്ങനെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്തതിന് ശേഷം മോൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മോൻ്റെ ഫസ്റ്റ് ഓണായതുകൊണ്ട് അവൻ്റെ കുറേ സിംഗിൾ ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്.
പക്ഷേ ബബ്ബുമണി നല്ല ഉറക്കത്തിലായിപ്പോയി. എല്ലാം പോയി. ഇപ്പൊ വിവേക് വിഹാന്റെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. അവനിപ്പോ ഉറങ്ങിപ്പോയി ടൈം നോക്കി. അതുകൊണ്ട് ഉറങ്ങുന്ന ഫോട്ടോസാണ് എടുക്കുന്നത്. മുണ്ടെടുത്തു, പക്ഷെ മുണ്ടിന് ഒരു മറ്റേ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് കുഞ്ഞിന് കൊള്ളാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒന്ന് ഉടുപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു അടിപൊളി വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഓണസദ്യയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്റെ ഓണസദ്യയല്ല, ഇവരുടെ എല്ലാവരുടെ ഓണസദ്യയാണ്. ഞാൻ അടുത്ത വർഷമാണ് ഓണസദ്യ കഴിക്കുന്നത്. ഇത് ബബ്ബുവിന്റെ ഡബ്ബയാണോ? യെസ്. ഇന്ന് കഴിക്കാനുള്ളത് നമുക്ക് ചിപ്സ് ഉണ്ട്, വാഴക്ക ചിപ്സ് ഉണ്ട്, പഴമുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇതിന്റെ പേര് എന്താ, ശർക്കര വരട്ടി, പിന്നെ എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി പൊടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, നാരങ്ങ അച്ചാർ, അവിയൽ, ക്യാബേജ്, പിന്നെ ബബുവിന്റെ ഫേവറേറ്റ് ആയ ഉണ്ണിമധുരം. ആർക്കും എൻ്റെ വക ഓണാശംസകൾ. ഇനി എല്ലാരും ഊണ് കഴിക്കുക. ടാറ്റാ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ. ഇതാണ് നമ്മുടെ സുന്ദരി. സുന്ദരി ഒന്ന് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ സുന്ദരി. ഈ സുന്ദരിക്കാണ് ഞങ്ങൾ പൊട്ടു തൊടാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ അമ്മയാ വരുന്നത്. പക്ഷെ എനിക്ക് അമ്മ കാണാതെ തോന്നുന്നു. എനിക്ക് ടൈറ്റ് ആക്കി കോട്ടൺ തുണിയല്ല. കണ്ണു വേഗം എടുക്കത്തുള്ളൂ. ആ കള്ളത്തരത്തിൽ ഇവിടെ വേണ്ട. പൊട്ട് കൊടുത്തില്ലേ? ഒരെണ്ണം കൂടി. ആ, 1 2 3 സ്റ്റാർട്ട്. ആ, പോരട്ടെ പോരട്ടെ. ആ പോരട്ടെ, 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 പോരട്ടെ. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. റൈറ്റ് റൈറ്റ് റൈറ്റ്. വലത് 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 വലത്. ആ വലത് 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 വലത്. ആ ആ പോരട്ടെ പോരട്ടെ പോരട്ടെ. ആ പോരട്ടെ. ആ ആ ആ സൂപ്പർ സൂപ്പർ. അതന്നെ 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 അതന്നെ. ആ ആ കറക്റ്റ് കറക്റ്റ്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അങ്ങനെ സുന്ദരിക്ക് അപ്പൊ അമ്മ പൊട്ടുന്നിട്ട് നമ്മള് ഒരു മാർക്കിട്ടുണ്ട്. അടുത്തത് വിനോദ്. ഇറങ്ങി ഇറങ്ങി. ഏറ്റവും അടുത്തെത്തിക്കുന്ന ആൾക്കാണോ പ്രൈസ്? ആ, അടുക്കെത്തുന്ന അടുക്ക് കറക്റ്റ് കുത്തുന്ന ആൾക്കാർ. ഓക്കെ അല്ലേ? അപ്പൊ 1 2. ആ ഒന്ന് വണ്ടി 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 ആ വണ്ടി വോട്ട്. ആ റൈറ്റ് 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 റൈറ്റ്. ആക്സിഡന്റ് 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 ആക്സിഡന്റ്. കിണറ്റിപ്പോ. ആ നേരെ നേരെ നേരെ. ആ ലെഫ്റ്റ് ലെഫ്റ്റ്. ആ ബോട്ട് ബോട്ട്. ആ ബോട്ട് ബോട്ട്. ആ ബോട്ട്. അതെ 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 ആ അതെ ബോട്ട് 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 ബോട്ട്. അതെ 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 അതെ. ആ എത്തി എത്തി തിരിക്കാൻ തിരിക്കാൻ. അവിടെ അവിടെ ആ എത്തിയിരിക്കുകയാണ്. കളന്ന് നോക്കി കറക്റ്റ് എടുത്തിരിക്കുകയാണ് വിനോദ്. ആ അതുകൊണ്ട് എക്സാക്ട്ലി എക്സാക്ട്ലി. അയ്യോ ഇനി വന്നു കുത്തി. കറക്റ്റ് ആ 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 കറക്റ്റ്. ആ കുത്തിക്കോ കുത്തി കുഴപ്പമില്ല. കുത്തിക്കോ കുത്തിക്കോ. അതന്നെ അതന്നെ. ഓ സൂപ്പർ 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 സൂപ്പർ. അതന്നെ അതന്നെ അതന്നെ. എവിടെ കണ്ണിവിടെ. ആ വിവേക് ചേട്ടൻ നമ്മള് കണ്ണുകെട്ടി കാണാവോ? ഒന്നും കാട്ടില്ല. ഇതെത്രയാ? എന്റെ മൊത്തം ഞാൻ അപ്പൊ കണ്ടൂടാ. എന്റെ ഓക്കെ റെഡി. ആ കറക്കില്ല. ആ
3 മതി മതി. ഇനി പോ. നേരെ വെച്ചോ, നേരെ വെച്ചോ, നേരെ വെച്ചോ, നേരെ വെച്ചോ, നേരെ വെച്ചോ. വീഴല്ലേ, നേരെ വെച്ചോ. നേരെ 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 അങ്ങനെയല്ല, പടിഞ്ഞാറോട്ട് തിരി. അങ്ങനെ നേരെ വാ. നേരെ വെച്ചോ, 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 വെച്ചോ. അവിടെ കാണാൻ തുടങ്ങി ഇപ്പോഴേ കൊട്ടുകുത്താൻ വേണ്ടി ആടുന്ന കൊടുക്കുന്നുണ്ട്. നേരെ അത് തന്നെ പിടിച്ചോ. കുറച്ചുകൂടി അങ്ങനെ റൈറ്റ് കൈ, റൈറ്റ് കൈ, റൈറ്റ് കൈ, റൈറ്റ് കൈ. അവള് തന്നെ, മുഖം മുഖം അങ്ങനെ തന്നെ. കറക്റ്റ് മെഷർ ചെയ്യുന്ന കല്യാണം കഴിച്ച സിന്ദൂരാണ് മറുകു കുത്തിയതേ. അയ്യോ ഇച്ചിരി നേരം മിസ്സായി പോയി. അപ്പൊ അടുത്ത ഗെയിം കളിക്കാൻ പോകുന്നത് ഗൗരിയാണ്. ഗൗരി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിനോദ് ഗൗരിയുടെ കണ്ണൊക്കെ കെട്ടിക്കൊടുത്തു. ഗൗരി അറിയുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഗൗരി ആരെന്ന് അറിയുന്നുണ്ടോ? അപ്പൊ ഇത് ഈ കളിയൊക്കെ വീക്ഷിക്കാൻ വേണ്ടി ബബ്ബുമണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1 2 3. അപ്പൊ റെഡി സ്റ്റാർട്ട്. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി എത്തി. കഴിഞ്ഞ് ഈ കളി ഗൗരി കൊണ്ടുപോയി കേട്ടാ. അടിപൊളി 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 അടിപൊളി. അതെ അതെ 1 2 3. അതെ 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 അതെ. അടിപൊളി 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 അടിപൊളി. അതെ 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 അതെ. പോട്ടെ 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 പോട്ടെ. പോട്ടെ പോട്ടെ. ഓ കറക്റ്റ് 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 കറക്റ്റ്. ഓ അപ്പൊ ഗൗരിയാണ് ഇവിടെ കറക്റ്റ് അടിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മ എങ്ങനെയുണ്ട് കളിയൊക്കെ? എങ്ങനെ നമ്മള് പൊട്ട് ആര് തീരുമാനിക്കണം? ഗൗരി എടുത്തു, ഗൗരി എടുത്തു. ഗായത്രിയുടെ ബുദ്ധി ഇത് പഠിച്ചോണ്ടിരിക്കുകയാണ്. നെറ്റിയൊക്കെ ചുളുക്കി കണ്ണൊക്കെ വൃത്തി ഈ ഗെയിം അങ്ങനെ വിചാരത്തോടു കൂടി ഗായത്രി കണ്ടു കെട്ടിയിരിക്കുന്ന ഒന്നും കാണുന്നില്ല. കാണാതിരിക്കാൻ വേണ്ടിയാണല്ലോ കെട്ടുന്നത്. ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാ കണ്ടു കെട്ടുന്നത്. കള്ളക്കളിയിൽ കില്ലാടിയായ ഗായത്രി. കുഴപ്പമില്ല. പൊട്ട് കയ്യിൽ വെച്ചു. തമ്പില് തമ്പില് അതുപോലും മനസ്സിലാവുന്നില്ല. അപ്പൊ കണ്ടൂടാ. അത് ഒരു വശം കിടക്കും. എന്റെ പൊന്നെ കളി ഗായത്രി. ഓ സമയം എടുക്കാൻ പറ്റൂല അല്ലെ? ഗായത്രി വന്നുകൊണ്ട് സുന്ദരിയെ വായിച്ചിരിക്കുകയാണ് ഗൈസ്. മാച്ച് കളഞ്ഞു പെണ്ണിന്. ഓ കണക്കില്ല അങ്ങനെ തന്നെ പൊട്ടില്ല കയ്യിൽ. കണക്കിൽ അങ്ങനെ തന്നെ ഗായത്രിയാണ് ഇവിടെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓ കണക്ക് നോക്കി റൈറ്റ് ആംഗിൾ ഹൈപ്പോത്തസിസിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇത് മറ്റേ പെരുന്തച്ഛന്റെ ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര വിജയകരമായി ഗായ തോറ്റിരിക്കുകയാണ് ഗൈസ്. വിവേക്, ഇത് ഗൗരി, ഗായത്രി.
അപ്പം ഈ മത്സരത്തിലെ വിജയി ഗൗരിയാണ്. അപ്പൊ ഗൗരിക്കുള്ള പ്രൈസ് എടുത്തു കൊടുക്ക. എനിക്ക് പണ്ട് കുഞ്ഞിലെ തൊട്ട് കണ്ണടച്ചെടുക്ക, കണ്ണടച്ച്. എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ മത്സരത്തിന്റെ നടന്ന വിജയി ഗൗരിയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ബബുമണി ഗൗരി കൊടുക്കുന്നത്. തന്നെ പൊതിഞ്ഞ പ്രൈസ് ഗൗരിക്ക് അറിയാം. ബബുമണിയാണ് ഇതിന്റെ മേടിക്കുക. വാങ്ങിക്കോ, കിട്ടിയതൊക്കെ വാങ്ങിച്ചോണ്ട് പോ. ഇതില് പുതിയൊരാള് വന്നിട്ടുണ്ട്. പേരെന്താ? പേരെന്തോ പറ, പേര് പറ. ഒച്ചത്തി പറ, ഒച്ചത്തി പറ പേര്. അമ്മു, അമ്മു. ഞാൻ വിളിക്കുന്നത് അമ്മു. സുന്ദരി. ഇത് ഈ കേട്ടോ. പൊക്കിത്തരാം എടുത്ത്. ആ റെഡി. അപ്പൊ സുന്ദരിക്ക് പൊട്ടി തൊടാൻ വേണ്ടി അമ്മു ഇവിടെ വന്നിരിക്കുകയാണ്. പൊട്ട് പിടിക്കും, പൊട്ടിൽ പിടിക്കും. പൊട്ട് തൊടത്തില്ല നമ്മള്. രണ്ട് അതെ തന്നെ. ഈ പൊട്ട് തൊട്ടു. എവിടെ കുത്തട്ടെ പറയണേ, എവിടെ കുത്തണേ പറയണേ, കറക്റ്റായിട്ട് കുത്തണേ. എവിടെ കുത്തിരിക്കുന്നു? മുടിയിലാണ് കുത്തുന്നത്. പൊട്ട് മുടിയിലാണ് കെട്ടത്. അടുത്ത നമ്മൾ കളിക്കാൻ പോകുന്നത് ലെമൺ ആൻഡ് സ്പൂണാണ്. എന്നാ അപ്പം 4 ലേഡീസ് ആണ് ഇവിടെ കളിക്കുന്നത്. ഒരു സ്പൂൺ അങ്ങോട്ട് കൊടുക്കുക. എന്നാ അമ്മു നിക്ക്. അപ്പം ഉള്ളത് വൃന്ദ, ഗൗരി, പിന്നെ ഗായത്രി, പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ അമ്മു. സ്റ്റാർട്ടിങ് പറയുമ്പോൾ 1 2 3 പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, ഓടി വരരുത്, പതുക്കെ പോവുക. അവരവരുടെ ദേഹം നോക്കുക. പിന്നെ പ്രൈസ് ഇതിനും ഉണ്ടാകും കേട്ടോ. നമ്മൾ ജഡ്ജസ് ആയിരിക്കുന്നത് വിനോദും വിഹാനുമാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. കൈ ബാക്കില് അല്ല ഫ്രണ്ടിൽ. എങ്ങനെ സ്പൂണിൽ തൊടരുത്. സ്പൂണിൽ തൊട്ട് കഴിഞ്ഞാൽ പുറകോട്ട് പോ. പിന്നെയും തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരണം. നാരങ്ങ താഴെ പോയാലും പിന്നെയും തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വരണം. ഇല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പം റെഡി, 1 2 3 സ്റ്റാർട്ട്. പോരട്ടെ. ഗായ ഇവിടെ ഫസ്റ്റ് അടിക്കും തോന്നുന്നുണ്ട്. ഇപ്പൊ നാരങ്ങ താഴെ വീഴും തോന്നുന്നു. ഇവിടെ രണ്ടുപേര് വളരെ വാശിയേറിയ പോരാട്ടത്തിലാണ് രണ്ടുപേര് വരുന്നത്. ഒട്ടും പതറാതെ വൃന്ദ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇതിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഗായത്രിക്കാണ്. ഒരുമിച്ച് വന്നാ ഇപ്പൊ കളിച്ചതില് ഇവർ രണ്ടുപേരും ടൈ ആയി. നേരത്തെ കളിച്ചതില് ചേച്ചി ജയിച്ചു. അപ്പൊ ഇവര് 3 പേരും കൂടെയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. വാശിയേറിയ മത്സരം. റെഡി, ഫൈനൽസ് ആണത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാരും തോറ്റുപോയി ഗയ്സ്. ചേച്ചി അതെനിക്കുള്ളതാണ് ഗയ്സ്. ഞാനത് എടുത്തു പറ്റും. അപ്പൊ അടുത്ത് നമ്മൾ കളിക്കാൻ പോകുന്നത് കസേര കളി. അപ്പൊ 3 സ്ട്രോങ് ലേഡീസ് ആണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം വിനുത സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ ഈ കളി ഫസ്റ്റ് കേട്ടിരിക്കുന്നത് ഗായാണ്. ഗായക്ക് എന്തെങ്കിലും പറയാട്ടോ? ഒന്നുമില്ല, അറിയായിരുന്നു. അപ്പൊ ഇനി ഒരു സീറ്റിലോട്ട് മാറി കേട്ടോ. ഇനി
അപ്പൊ ഇതിൽ വിന്നർ ആയിരിക്കുന്നത് അമ്മയാണ്. അങ്ങനെ ഗൗരി തോറ്റിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത സെറ്റ് ആരൊക്കെയാ ഇനി ഇപ്പൊ കളിക്കാൻ പോകുന്നത്? ഫൈനൽസ് ആണ്. ഇത് ഫൈനൽസിൽ ഞാന്, അമ്മ, വിനോദ് ഇവിടെയാണ് കളിക്കാൻ പോകുന്നത്. അതെ, അമ്മ വേഴ്സസ് മക്കൾ വേഴ്സസ് മക്കൾ. എന്താ പൊട്ടിച്ചേ? ഓക്കെ, അടുത്ത റൗണ്ട്. അയ്യോ. അടുത്തതായി ജയിച്ചിരിക്കുന്നത് വിനോദ് ചേട്ടൻ. ബാബുക്കുട്ടൻ, എങ്ങനെയുണ്ട് ഗെയിം? ഹായ് ബാബു. അത് തന്നെ ബാബുനെ ഐസ് ഇട്ട തണുത്ത വെള്ളമുണ്ട്. ആ തണുത്ത വെള്ളം വായിൽ വെച്ചിട്ട് ഞങ്ങള് ഒരാളുടെ ഒക്കെ പറയും പാട്ട് പാടാൻ. പക്ഷെ ആ പാട്ട് പാടേണ്ടത് വായിൽ ഈ തണുത്ത വെള്ളം വെച്ചിട്ടാണ്. അത് നമ്മൾ ജസ്റ്റ് ചെയ്യണം. ഏതാണ് ആ ആലോചിക്കാണോ വിനോദ? പാടിക്കോ. കിട്ടി കിട്ടി. അപ്പം ഈ പാട്ട് ഫസ്റ്റ് പാടിയ ഗസ് ചെയ്ത ഗായത്രി തന്നെ അടുത്ത പാട്ട് പാടുന്നതാണ്. അങ്ങനെ അടുത്തത് ഗായത്രിയാണ്. ഗായത്രി ഇങ്ങനെ വാ നിറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒരു പാട്ട് പാടാൻ പോവാണ്. പാടിക്കോ. ഏടാ നമ്പൂഴി. നമ്പൂഴി പഴക. പണിഷ്മെന്റ് ആണ്. അതേത് പാട്ടാ അത്? പാട്. ആർക്ക് തെലുങ്ക് പാട്ടുകളാണെങ്കിൽ പാട്ട് പാടുക മനസ്സിലാവുന്നില്ല. വെള്ളം കുടിച്ച് തീർക്കാനല്ല. അപ്പൊ ഈ പാട്ട് ഗസ് ചെയ്ത് വിനോദ് തന്നെ അടുത്ത രണ്ടാമത്തെ പാട്ട് പാടാൻ പോവുകയാണ്. അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഏതാ പാട്ട് പാടാൻ പോകുന്നത്? പാട്. അമ്മ ഗസ് ചെയ്തിട്ട് അമ്മയാണ് മലയാളം പാട്ടൊക്കെ പാടും. പഴയ മലയാളം പാട്ട്. അമ്മ വില കുടിക്കാനല്ല. അയ്യോ എന്റെ പല്ലൊക്കെ പോയി. പിന്നെ ഇത് ചോദിക്കാനുള്ള അല്ല, ഗെയിമല്ലേ ഇത്.
കണ്ണാലേ കണ്ണാലേ കരിമീൻ കണ്ണാലേ കണ്ണാലേ. ആക്ച്വലി ഞാനാണ് വിന്നർ. 3 പാട്ട് പാടി ഒരു പാട്ട് ആരും miss ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും ഇതില് വിന്നർ ആയിരിക്കുന്ന വിനോദാണ്. കാരണം വിനോദാണ് എല്ലാ പാട്ടും അല്ല 3 ഒരെണ്ണം. അപ്പൊ ഇതില് വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ എന്നാലും ഇതില് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഇച്ചിരി കുടിക്കട്ടെ. ഏത് പാട്ട് പാടണമെന്ന് ഞാനാല് തോറ്റ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം വിനോദ് ഗിഫ്റ്റ് മേടിക്കുകയാണ്. അമ്മ കണ്ണും പൂട്ടി ഒരു ഗിഫ്റ്റ് എടുക്കുക, ബബ്ബോണിക്ക് കൊടുക്കുക. അപ്പം രണ്ടാമത്തെ ഇതിലും വിന്നറായിരിക്കുന്ന നാലാമത്തെ ഗെയിമിൽ രണ്ടാമത്തെ വിന്നറായിരിക്കുന്ന വിനോദ് ബബ്ബിയുടെ പ്രൈസ് മേടിക്കുക. അടുത്ത നമ്മള് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബിസ്ക്കറ്റ് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബിസ്ക്കറ്റ് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് കറക്റ്റ് നമ്മള് വായില് കൊണ്ടുപോയി വെക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഗെയിം. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ബിസ്ക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നീ ബാലൻസ് ചെയ്ത് വെക്കത്. റെഡി 1 2 3. വരട്ടെ. അപ്പം അടുത്ത ഗായ ആണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഗായ ബാലൻസ് ചെയ്യില്ല. നിക്ക് പറയട്ടെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. 5 സെക്കൻഡ് മതി. തോറ്റില്ല 5 സെക്കൻഡ്സ്. അപ്പം അടുത്ത വിനോദം വന്നിരിക്കുകയാണ്. ഈ ദൗത്യം വിജയകരമായി അവസാനിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. റെഡി 1 2 3 വെച്ചോ. സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. ഗൗരി കരയാണോ? അത് ചിരിക്കുവാണോ? എന്ത് പ്രാർത്ഥിക്കുന്നു? എന്തെയോ മേളറിയുന്നുണ്ടോ? ഞാൻ ഇത് പണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഓ അത് വിശ്വസിച്ച് എന്ത് കാണാനേ. കണ്ണിപ്പിടി പോയി. ആ പരിപാടി നടക്കത്തില്ല. ദേവികിന്റെ താഴെ എത്തിയിട്ടില്ല. വിവേകിന് പോയി ഔട്ട്. ദേവിക കളിച്ചോണ്ടിരിക്കുന്നു. അല്ല അടുത്ത അമ്മയാ നിക്ക്. എന്നിട്ട് നിക്കണം, ഇരുന്നിട്ടല്ല. ഇരുന്നിട്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ അമ്മയാണ്. അപ്പൊ ഇതുവരെ ഇതിൽ ആരും വിജയിച്ചിട്ടില്ല. മാക്സിമം ഗൗരി ആയിരുന്നു പിന്നെ കൊണ്ടെത്തിച്ചു. ഇതെന്ത് ചാരി കസേര ഇരിക്കുന്നത്? അങ്ങനെയല്ല. എങ്ങനെ പറയാ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൗരി തോപ്പിക്കാൻ അമ്മ മൂക്കുത്തിയില് ഉടക്കി നിൽക്കുവാണ് ബിസ്ക്കറ്റ്.
ഇപ്പോഴാ മൂക്കുത്തിലാണ് ബിസ്ക്കറ്റ് ഉടക്കി നിൽക്കുന്നത്. ഇതില് വിജയിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ കൊടുക്ക്. ആ അപ്പം ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിമിന്റെ വിന്നർ ആയിരിക്കുന്നത് വൃന്ദമ്മ. ഗിഫ്റ്റ് ആണ്. എന്റെ ഗിഫ്റ്റും സ്പീക്കറും പുറത്തായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഗെയിംസ് എല്ലാം കഴിച്ചു. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് രാവിലെ എണ്ണേറ്റു, അത്തപ്പൂക്കളം ഇട്ടു, പിന്നെ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു, പിന്നെ സദ്യ കഴിച്ചു. അമ്മ അടിപൊളിയായിട്ട് സദ്യക്ക് ചെയ്തു, പായസമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മള് ഗെയിംസ് ഒക്കെ കളിച്ചു. അപ്പം എല്ലാരും ഇന്ന് ഗെയിംസിലെ വിന്നേഴ്സ് ആയിരിക്കുകയാണ്. ഗായത്രി വിന്നറായിരുന്ന ഗായത്രി ഒഴികെ ബാക്കി എല്ലാവരും വിന്നേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കിട്ടിയിരിക്കുന്ന കിട്ടുന്നതാണ്. അപ്പം ഈ അടിപൊളി ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാപ്പി ഓണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ഹാപ്പി ഓണം.